അരുൺരാജ് വീണ്ടും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരനാണ് സംസാരിച്ചത്. അദ്ദേഹത്തിനും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കൊല്ലപ്പെട്ട ഫെബിന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു മോശം അഭിപ്രായമില്ല ഫെബിനെ കുറിച്ച്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും അറിയില്ല എന്ന് അദ്ദേഹം കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ ഇനി ഈ സംഭവത്തിൻ്റെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം എന്നതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടത്. അരുൺ, ഉന്മേഷ, ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കുടുംബങ്ങൾ തമ്മിൽ പരിചയക്കാരാണ്. ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയമുണ്ട് എന്നുള്ളത് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നു. ഈ കൊന്ന തേജസ് രാജിന്റെ പിതാവ് പോലീസിലാണ് ജോലി ചെയ്യുന്നത്. ഈ തേജസ് രാജിന്റെ പിതാവും ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അത് ഈ തേജസ് രാജ് വഴിയുള്ള സൗഹൃദങ്ങളാണ് ഈ കുടുംബവുമായുള്ള ബന്ധത്തിലേക്ക് എത്തിയതെന്ന് കൂടി പോലീസ് ഘട്ടത്തിൽ ഉറപ്പിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലായിരിക്കും ലഭിക്കുക. കാരണം പോലീസിന്റെ ചോദ്യം ചെയ്യൽ, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പയ്യനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് തന്നെ ഇയാളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. കൊല്ലത്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് തേജസ് രാജ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, എന്താണ് ഈ തേജസ് രാജിനെ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയത് എന്നീ കാര്യങ്ങളടക്കം പോലീസ് ഈ പിതാവിനോടക്കം വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിന്റെ വിവരങ്ങൾ വരുന്ന മണിക്കൂറിൽ, വരുന്ന മിനിറ്റുകളിൽ നമുക്ക് കൂടുതൽ ലഭ്യമാകും. ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത് കുടുംബങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഈ കുടുംബ സൗഹൃദത്തിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. എന്തായാലും അത് കൂടുതൽ പേഴ്സണൽ ആയിരിക്കാം. ഒരുപക്ഷെ അത് എന്തായാലും ആ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഏതായാലും ആ കുടുംബങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അരുൺരാജ് പുതുതായി നൽകുന്നത്. അപ്പോഴും ഈ കൊലപാതക കാരണം അതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.